നമുക്ക് പൈനാപ്പിൾ വെച്ചൊരു ഐറ്റം ചെയ്യാം. ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ട്രെൻഡായി നിൽക്കുന്ന സമയത്ത് ഇത് ചെയ്തതാണ്. സംഭവം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ വിചാരിച്ച് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. നമുക്കൊന്ന് ചെയ്യല്ലേ. ഇതാ പൈനാപ്പിൾ നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണേ. ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടായിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നീളത്തിൽ അധികം കട്ടി കൂടാതെ എന്നാൽ വല്ലാണ്ട് കട്ടി കുറയാതെ ഈ ഒരു കനത്തിലാണ് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാല സെറ്റ് ചെയ്യാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മധുരം കുറവാണെങ്കിൽ നിങ്ങൾ 1 സ്പൂൺ പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ മീനിൻ്റെ ഒക്കെ മസാല പോലെ ഈ ഒരു പരുവത്തിലായാൽ നമ്മൾ പൈനാപ്പിളിൽ തേച്ച് കൊടുക്കാം കേട്ടോ. എല്ലാ പൈനാപ്പിളും അത്യാവശ്യം നല്ലോണം തന്നെ മസാല തേച്ചിട്ട് ഒന്ന് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ കൂടുതൽ ടൈമൊന്നും വെക്കുന്നില്ല, അപ്പം തന്നെ ഫ്രൈ ചെയ്യുകയാണ്. മാക്സിമം വെളിച്ചെണ്ണ ചേർക്കാൻ ശ്രമിച്ചോളൂ കേട്ടോ. കാരണം നല്ല സ്മെല്ലാണ് വെളിച്ചെണ്ണയിൽ ഈ പൈനാപ്പിൾ പൊരിച്ചെടുക്കുമ്പോൾ. നല്ല ടേസ്റ്റുമാണ്. ഈ സ്മെല്ല് കേട്ടാൽ തന്നെ ചോദിക്കുക അടുത്തുള്ളവരൊക്കെ എന്താ ഉണ്ടാക്കുന്നത്. അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ്. ഇതാ അത്യാവശ്യം നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അധിക ടൈമൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ചിലരൊക്കെ ചെയ്തിട്ടുണ്ടാകും, ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. സംഭവം പൊളിയാണ്.